നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അമേരിക്കയിലെ H-1B വിസ ഫീസ് നയത്തെക്കുറിച്ചാണ്. ദി ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നൊരു വാർത്തയാണ് സത്യത്തിൽ നമ്മുടെ ഈ ഒരു ചർച്ചയ്ക്ക് ആധാരം. നോർത്ത് കരോളീനയിലെ ഒരു ഗ്രാമീണ ആരോഗ്യ കേന്ദ്രം ഡോക്ടർ വിജയ ചിലിക്കാനി എന്ന ഇന്ത്യൻ നെഫ്രോളജിസ്റ്റിനെ നിയമിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ $1,00,000 വിസ ഫീസ് അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് അത് നിയമനം അങ്ങോട്ട് നീങ്ങുന്നില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ചോദ്യം. അമേരിക്കയുടെ ഈ കർശനമായ വിസ ഫീസ് നയം അതവരുടെ ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനാണോ, അതോ ആരോഗ്യമേഖല പോലുള്ള അത്യാവശ്യ ഇടങ്ങളിൽ പോലും വലിയ പ്രതിസന്ധികളുണ്ടാക്കുകയാണോ? എന്റെ അഭിപ്രായത്തില് ഈ നയത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം അത് ശരിയാണ്. അതായത് അമേരിക്കൻ തൊഴിൽ വിപണിയെ സംരക്ഷിക്കാനും പിന്നെ വിദേശത്തു നിന്നുള്ള നിയമനങ്ങൾക്ക് ഒരു നിലവാരം ഉറപ്പാക്കാനുമാണ് ഈ നയം ശ്രമിക്കുന്നത്. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാട് കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ഇത് പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ ഒരുതരം വിവേചനപരമായി മാറുന്നു. ഗ്രാമീണ മേഖലകളിലെ ആരോഗ്യ സംരക്ഷണം പോലുള്ള വളരെ നിർണായകമായ സംവിധാനങ്ങളെ ഇത് തകർക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ എന്റെ നിലപാട് ഒന്നുകൂടി വ്യക്തമാക്കാം. $1,00,000 എന്ന് പറയുന്നത് ഒരു ചെറിയ തുകയല്ല. അപ്പോ ഇത്രയും വലിയൊരു ഫീസ് വയ്ക്കുമ്പോ ഏതൊരു സ്ഥാപനവും ആദ്യം സ്വന്തം രാജ്യത്തുള്ളവരെ ആ ജോലിക്കായി കണ്ടെത്താൻ ആത്മാർത്ഥമായി ശ്രമിക്കും. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. വർഷങ്ങളായിട്ട് പ്രത്യേകിച്ച് ഈ ടെക്നോളജി മേഖലയിലൊക്കെ അമേരിക്കൻ പൗരന്മാരെക്കാൾ കുറഞ്ഞ ശമ്പളത്തിൽ വിദേശികളെ നിയമിക്കുന്നൊരു ട്രെൻഡുണ്ടായിരുന്നു. പല കമ്പനികളും ഈ H-1B വിസ സംവിധാനത്തെ ശരിക്കും ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തെ നിയന്ത്രിക്കാനാണ് ഇങ്ങനെയൊരു ശക്തമായ സാമ്പത്തിക തടസ്സം കൊണ്ടുവന്നത്. നോർത്ത് കരോളിനയിലെ ഈ സംഭവം അത് നയത്തിന്റെ ഒരു പരാജയമായിട്ട് ഞാൻ കാണുന്നില്ല. മറിച്ച് ഈ നയത്തിനുള്ളിൽ തന്നെ ഇതിനൊരു പരിഹാരമുണ്ട്. ദേശീയ താൽപ്പര്യം മുൻനിർത്തി ഫീസിൽ ഇളവ് നേടാനുള്ള ഒരു നിയമപരമായ വഴി. പക്ഷേ ആ അപേക്ഷകൾ പരിശോധിച്ച് ഒരു തീരുമാനമെടുക്കാൻ മാസങ്ങളെടുക്കുന്നു എന്നത് ശരിയാണ്. അത് ആ സംവിധാനത്തിന്റെ ഉദ്ദേശശുദ്ധിയെ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതൊരു ഭരണപരമായ വീഴ്ചയാണ്, നയത്തിന്റെ അടിസ്ഥാനപരമായ ഒരു പിഴവല്ല. അവിടെയാണ് എന്റെ പ്രധാനപ്പെട്ട വിയോജിപ്പ്. നിങ്ങൾ നോക്കൂ, ശതകോടികൾ ലാഭമുണ്ടാക്കുന്ന ഒരു ടെക് കമ്പനിയെയും വളരെ പരിമിതമായ ബഡ്ജറ്റിൽ പ്രവർത്തിക്കുന്ന ഒരു ഗ്രാമീണ ക്ലിനിക്കിനെയും ഒരേ നിയമം വെച്ച് അളക്കുന്നത് അതെങ്ങനെയാണ് ശരിയാവുക? ഇതൊരു വൺ സൈസ് ഫിറ്റ്സ് ഓൾ സമീപനമാണ്. അത് തീർത്തും പ്രായോഗികമല്ല. വാർത്തയിൽ പറയുന്ന ആ നെഫ്രോളജി അസോസിയേറ്റ്സ് ഓഫ് കരോളിനാസ് എന്ന സ്ഥാപനം അവർ അമേരിക്കക്കാരെ ഡോക്ടർമാരെ കണ്ടെത്താൻ ശ്രമിച്ചില്ല എന്നാണോ പറയുന്നത്? അവർ റിക്രൂട്ടിംഗ് ഏജൻസികളെ സമീപിച്ചു, പ്രമുഖ മെഡിക്കൽ ജേർണലുകളിൽ പരസ്യം കൊടുത്തു. മാസങ്ങളോളം ശ്രമിച്ചിട്ടും യോഗ്യരായ ആരെയും കിട്ടിയില്ല. ഇത് ഡോക്ടർ വിജയുടെ ആവശ്യകത എത്രത്തോളം വലുതാണെന്ന് തെളിയിക്കുന്നില്ലേ? പിന്നെ മറ്റൊന്ന്, എന്താണ് ഈ ദേശീയ താൽപ്പര്യം? ഷെൽബി പോലൊരു സ്ഥലം, അത് ഔദ്യോഗികമായി തന്നെ ആരോഗ്യ വിദഗ്ധരുടെ കുറവുള്ള പ്രദേശം, അതായത് ഹെൽത്ത് പ്രൊഫഷണൽ ഷോർട്ടേജ് ഏരിയ ആയി സർക്കാർ തന്നെ പ്രഖ്യാപിച്ച ഒരിടമാണ്. അങ്ങനെയുള്ള ഒരിടത്ത് ജനങ്ങൾക്ക് ജീവൻ രക്ഷാ ചികിത്സ നൽകുന്നതിനേക്കാൾ വലിയ എന്ത് ദേശീയ താൽപ്പര്യമാണ് അമേരിക്കയ്ക്കുള്ളത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഡോക്ടർ വിജയ അമേരിക്കയിൽ തന്നെ റെസിഡൻസിയും ഫെലോഷിപ്പും പൂർത്തിയാക്കിയൊരാളാണ്. അതായത് അമേരിക്കൻ സംവിധാനം തന്നെ കോടിക്കണക്കിന് ഡോളർ മുടക്കി പരിശീലിപ്പിച്ചെടുത്തൊരു വിദഗ്ധ. അവരുടെ സേവനം ഒരു ചുവപ്പു നാടയുടെ പേരിൽ സ്വന്തം ജനങ്ങൾക്ക് തന്നെ നിഷേധിക്കപ്പെടുന്നു. ഇത് ആത്യന്തികമായി ഗ്രാമീണ താഴ്ന്ന വരുമാനമുള്ള മേഖലകളെ ശിക്ഷിക്കുന്നതിന് തുല്യമല്ലേ? നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഇതിന്റെ ഒരു വലിയ ചിത്രം കാണണം. ഈ നയത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ടെക് വ്യവസായത്തിലെ ദുരുപയോഗം തടയുക എന്നതായിരുന്നു. ഗ്രാമീണ ആരോഗ്യ മേഖലയിൽ ഇത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്നത് ഒരു പാർശ്വഫലമാണ്. അത്തരം സാഹചര്യങ്ങളെ നേരിടാനാണ് ഇളവുകൾക്കുള്ള സംവിധാനം വെച്ചിരിക്കുന്നത്. ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ ഒരു രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള കുടിയേറ്റ തൊഴിൽ നയം മാറ്റിയെഴുതാൻ കഴിയില്ലല്ലോ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആരോഗ്യമേഖലയ്ക്ക് ഇങ്ങനെ ഇളവ് നൽകിയാൽ നാളെ വിദ്യാഭ്യാസ മേഖല വരും, മറ്റന്നാൾ ഗവേഷണ സ്ഥാപനങ്ങൾ വരും. പതിയെ പതിയെ എല്ലാ കോർപ്പറേഷനുകളും തങ്ങളുടെ നിയമനങ്ങളെ ദേശീയ താൽപ്പര്യമായി ചിത്രീകരിക്കാൻ ശ്രമിക്കും. അത് നയത്തെ ദുർബലപ്പെടുത്തുകയുള്ളൂ. അതുകൊണ്ടാണ് ഇളവ് നൽകുന്ന പ്രക്രിയ ഇത്ര കർശനമായിരിക്കുന്നത്. കാലതാമസമുണ്ടാകുന്നത് ഒരു ഭരണപരമായ കാര്യക്ഷമതയില്ലായ്മയാണ്. അത് പരിഹരിക്കപ്പെടണം. പക്ഷേ നയത്തിന്റെ അടിസ്ഥാന തത്വത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. വിഷയത്തെ ഒറ്റപ്പെട്ട സംഭവമെന്നോ
പാർശ്വഫലമെന്നോ പറഞ്ഞ് ലഘൂകരിക്കുന്നത് അത് ശരിയാണോ? ഡോക്ടർ വിജയ്യുടെ ഈ അനുഭവം അമേരിക്കയിലെ ഹെൽത്ത് പ്രൊഫഷണൽ ഷോർട്ടേജ് ഏരിയാസ് എന്ന അടയാളപ്പെടുത്തിയ ആയിരക്കണക്കിന് സ്ഥലങ്ങളുടെ ഒരു പ്രതീകം മാത്രമാണ്. നോർത്ത് കരോളിനയിലെ വൃക്കരോഗികൾക്ക് ചികിത്സ വൈകുന്നുണ്ടെങ്കിൽ അത് വെറുമൊരു പാർശ്വഫലമല്ല, ആ നയം പരാജയപ്പെട്ടു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. വാർത്തയിലെ ഒരു വാചകം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രോഗികൾ ഇതിനകം തന്നെ ഡോക്ടർ വിജയയെ കാണാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിരുന്നു. ഇതിന്റെ അർത്ഥമെന്താണ്? അവിടെയുള്ള രോഗികൾ ഒരു സ്പെഷ്യലിസ്റ്റിനായി കാത്തിരിക്കുകയാണ്. ഒരു നയം കടലാസിൽ എത്ര മികച്ചതാണെങ്കിലും അത് പ്രായോഗിക തലത്തിൽ ജനങ്ങൾക്ക് ദുരിതമാണ് നൽകുന്നതെങ്കിൽ ആ നയത്തിനെന്ത് പ്രസക്തിയാണുള്ളത്? ഇവിടെ ലക്ഷ്യമല്ല, ഫലമാണ് പ്രധാനം. ഫലം പ്രധാനമാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ദേശീയ താൽപര്യം എന്നതിന് പല മാനങ്ങളുണ്ട്. അതിൽ സാമ്പത്തിക സുരക്ഷയും ആഭ്യന്തര തൊഴിൽ വിപണിയുടെ ആരോഗ്യവും വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഒരു രാജ്യത്തിന് സ്വന്തം പൗരന്മാരുടെ തൊഴിൽ സംരക്ഷിക്കാൻ ഒരു ഉത്തരവാദിത്തമുണ്ട്. എല്ലാ ആവശ്യങ്ങൾക്കും എളുപ്പത്തിൽ ഇളവുകൾ നൽകാൻ തുടങ്ങിയാൽ അത് അമേരിക്കൻ പ്രൊഫഷണലുകളെ കണ്ടെത്താനുള്ള സ്ഥാപനങ്ങളുടെ താൽപര്യം കുറയ്ക്കും. എന്തിനാണ് മാസങ്ങളോളം ഇവിടെ ആളെ അന്വേഷിക്കുന്നത്? കുറഞ്ഞ ശമ്പളത്തിൽ വിദേശത്തു നിന്നൊരാളെ കൊണ്ടുവരാമല്ലോ എന്നൊരു ചിന്താഗതി അത് പ്രോത്സാഹിപ്പിക്കും. ടെക് കമ്പനികൾ ഇതേ വാദം ഉന്നയിച്ച് തങ്ങളുടെ പ്രോഗ്രാമർമാർക്കും ദേശീയ താൽപര്യത്തിന്റെ പേരിൽ ഇളവ് ചോദിക്കാൻ തുടങ്ങിയാൽ എന്തു ചെയ്യും? അതുകൊണ്ട് ഇളവ് നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ കർശനമായിരിക്കണം. കാലതാമസം ഒഴിവാക്കണം, പക്ഷേ നിയമങ്ങളിൽ വെള്ളം ചേർക്കാൻ പാടില്ല. നിങ്ങൾ സാമ്പത്തിക സുരക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ആരോഗ്യം മോശമാകുന്നത് അവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥയെ ദീർഘകാലത്തിൽ എങ്ങനെ ബാധിക്കുമെന്നു കൂടി കണക്കിലെടുക്കുന്നുണ്ടോ? ജോലിക്ക് പോകാൻ കഴിയാത്ത, ഡയാലിസിസ് പോലുള്ള ചികിത്സകൾക്ക് കിലോമീറ്ററുകൾ യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു ജനത എങ്ങനെയാണ് ഒരു സമ്പദ്വ്യവസ്ഥയ്ക്ക് മുതൽക്കൂട്ടാവുക? ആരോഗ്യ സുരക്ഷയില്ലാതെ സാമ്പത്തിക സുരക്ഷയ്ക്ക് എന്തർത്ഥമാണുള്ളത്? സർക്കാർ തന്നെ വിദഗ്ധരുടെ കുറവുള്ള പ്രദേശം എന്ന് മുദ്രകുത്തിയ ഒരിടത്ത് ചികിത്സ നിഷേധിക്കുന്നത് ദേശീയ താൽപര്യത്തിന് വിരുദ്ധമല്ലേ? മാസങ്ങളോളം ഇളവിനായുള്ള അപേക്ഷയിൽ ഒരു തീരുമാനവും എടുക്കാതിരിക്കുന്നത് വെറും ഒരു ഭരണപരമായ വീഴ്ചയായി കാണാൻ എനിക്ക് കഴിയില്ല. അത് ഗ്രാമീണ മേഖലകളിലെ ജനങ്ങളുടെ ആരോഗ്യത്തോടുള്ള ഒരുതരം നിസ്സംഗതയാണ് കാണിക്കുന്നത്. അതെ, അവിടെ നമ്മൾ മറ്റൊരടിസ്ഥാന പ്രശ്നത്തിലേക്കാണ് വരുന്നത്. എന്തുകൊണ്ടാണ് ഷെൽബി പോലുള്ള ഗ്രാമീണ മേഖലകളിൽ അമേരിക്കൻ ഡോക്ടർമാർ ജോലി ചെയ്യാൻ തയ്യാറാവാത്തത്? അതാണ് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. കുറഞ്ഞ ശമ്പളമാണോ, ജീവിത സൗകര്യങ്ങളുടെ അഭാവമാണോ, അതോ ഉയർന്ന ജോലിഭാരമാണോ കാരണം? ആ പ്രശ്നം പരിഹരിക്കാതെ കുടിയേറ്റ നിയമത്തിൽ മാറ്റം വരുത്തുന്നത് ഒരു താൽക്കാലിക പരിഹാരം മാത്രമാണ്. തെറ്റായ രോഗത്തിന് തെറ്റായ മരുന്ന് നൽകുന്നതുപോലെയാണത്. ആ ആശുപത്രിക്ക് 2 അമേരിക്കൻ ഡോക്ടർമാരുടെ അപേക്ഷ ലഭിച്ചിരുന്നു എന്ന് വാർത്തയിൽ പറയുന്നുണ്ട്. അവർ ആ ജോലിക്ക് അനുയോജ്യരല്ലായിരിക്കാം, പക്ഷേ അത് കാണിക്കുന്നത് അവിടെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ്. ആഭ്യന്തര വിപണിയിൽ ആളില്ലാഞ്ഞിട്ടല്ല, ഉള്ളവർ അവിടേക്ക് പോകാൻ തയ്യാറാവാത്തതാണ് പ്രശ്നം. ആ സാമൂഹിക പ്രശ്നം പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത്. കുടിയേറ്റ നയത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അല്ല, അമേരിക്കൻ ഡോക്ടർമാരുടെ ലഭ്യതക്കുറവ് തീർച്ചയായും ഒരു വലിയ വിഷയമാണ്. പക്ഷെ നമ്മുടെ മുന്നിലുള്ള അടിയന്തര പ്രശ്നം അതല്ലല്ലോ. നിലവിൽ അവിടെയുള്ള രോഗികൾക്ക് ചികിത്സ നിഷേധിക്കപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ട് അമേരിക്കൻ ഡോക്ടർമാർ ഗ്രാമങ്ങളിലേക്ക് പോകുന്നില്ല എന്നതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു ദിവസം വിശദമായി ചർച്ച ചെയ്യാം. പക്ഷേ ഇന്നത്തെ യാഥാർത്ഥ്യം ഇതാണ്. ഈ പ്രത്യേക ജോലിക്ക് വിപുലമായ അന്വേഷണത്തിന് ശേഷവും അനുയോജ്യനായ ഒരൊറ്റ അമേരിക്കൻ ഡോക്ടറെ പോലും ആ ക്ലിനിക്കിന് കണ്ടെത്താനായില്ല. യോഗ്യയും സന്നദ്ധയും അമേരിക്കയിൽ തന്നെ പരിശീലനം സിദ്ധിച്ചതുമായ ഒരു ഡോക്ടറെ നിയമിക്കുന്നതിൽ നിന്ന് ഈ നയം ആ ആശുപത്രിയെ തടയുന്നു. വാർത്തയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നെനിക്കറിയില്ല. ആ ക്ലിനിക്കിൽ നിലവിൽ മറ്റ് 2 H-1B വിസയിലുള്ള ഡോക്ടർമാർ കൂടിയുണ്ട്. ഇത് വ്യക്തമാക്കുന്നതെന്താണ്? ആ പ്രദേശത്ത് വിദേശ ഡോക്ടർമാരുടെ സേവനം ഒരു സ്ഥിരം ആവശ്യകതയാണ്. അതൊരൊറ്റപ്പെട്ട സംഭവമല്ല, വർഷങ്ങളായി തുടരുന്നൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഏതു നയവും പരാജയപ്പെടുകയുള്ളൂ. വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നതിന് ഉയർന്ന നിക്ഷേപം ആവശ്യപ്പെടുന്നതിലൂടെ ആഭ്യന്തര തൊഴിൽ വിപണിയെ സംരക്ഷിക്കാമെന്ന എന്റെ നിലപാടിൽ മാറ്റമൊന്നുമില്ല. ഒരു തൊഴിലുടമ അമേരിക്കക്കാരെ കണ്ടെത്താൻ ആത്മാർത്ഥമായി ശ്രമിക്കണമെന്ന ശക്തമായ ഒരു സന്ദേശം ഈ നയം നൽകുന്നുണ്ട്.
എന്നാൽ നോർത്ത് കാരലീനയിലെ സാഹചര്യം ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ആരോഗ്യമേഖല, ഗ്രാമീണ വിദ്യാഭ്യാസം പോലുള്ള ഒഴിവാക്കാനാവാത്ത സേവനങ്ങൾക്ക് ഇളവുകൾ നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ അത് കൂടുതൽ കാര്യക്ഷമവും വേഗതയേറിയതുമാക്കണം. നയത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ മാറ്റാതെ തന്നെ ഈ പ്രക്രിയ മെച്ചപ്പെടുത്താൻ സാധിക്കും. ഒരുപക്ഷെ ഇളവിനായുള്ള അപേക്ഷയിൽ മാസങ്ങളുടെ കാലതാമസമുണ്ടായിരുന്നില്ലെങ്കിൽ ഡോക്ടർ വിജയ്ക്ക് നേരത്തെ തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ഈ ചർച്ച പോലും ഉണ്ടാവുമായിരുന്നില്ല. പ്രശ്നം നയത്തിലല്ല, അതിന്റെ നടത്തിപ്പിലാണ്. ഈ കേസ് കർക്കശവും വഴക്കമില്ലാത്തതുമായ നയങ്ങൾ എത്രത്തോളം അപകടകരമാവാമെന്ന് കൃത്യമായി കാണിച്ചു തരുന്നു. തൊഴിൽ സംരക്ഷണം പ്രധാനമാണ്, അതിൽ ആർക്കും തർക്കമില്ല. പക്ഷേ അത് പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള അവകാശത്തെ ഇല്ലാതാക്കിക്കൊണ്ടാകരുത്. ഡോക്ടർ വിജയുടെ സാഹചര്യം ഒരു ഉദ്യോഗസ്ഥ തലത്തിലെ കാലതാമസം മാത്രമായി എനിക്ക് കാണാൻ കഴിയില്ല. അത് ഗ്രാമീണ മേഖലകളിലെ ആരോഗ്യ സംവിധാനത്തിന്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ട ഒരു നയത്തിന്റെ ലക്ഷണമാണ്. ഒരു നയം കടലാസിൽ എങ്ങനെ കാണപ്പെടുന്നു എന്നതിനേക്കാൾ അത് സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് പ്രധാനം. ഇവിടെ അത് രോഗികളെയാണ് നേരിട്ട് ദോഷകരമായി ബാധിക്കുന്നത്. ആത്യന്തികമായി ഒരു നയം വിലയിരുത്തേണ്ടത് അതിന്റെ ഉദ്ദേശശുദ്ധി കൊണ്ടല്ല, അത് സമൂഹത്തിലുണ്ടാക്കുന്ന ഫലം കൊണ്ട് തന്നെയാണ്. സമൂഹത്തിലുണ്ടാക്കുന്ന യഥാർത്ഥ ഫലവും തമ്മിൽ എത്ര വലിയ അന്തരമുണ്ടാകാം എന്നതിന്റെ നല്ലൊരു ഉദാഹരണമാണ് ഈ സംഭവം എന്ന് സമ്മതിക്കാതെ വയ്യ. ലക്ഷ്യം നല്ലതായിരിക്കാം, പക്ഷെ അത് പ്രാവർത്തികമാക്കുമ്പോഴുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ നമ്മൾ മുൻകൂട്ടി കാണേണ്ടതുണ്ട്. ശരിയാണ്. അമേരിക്കയുടെ കുടിയേറ്റ നയങ്ങളെക്കുറിച്ചും അതിന്റെ സങ്കീർണതകളെക്കുറിച്ചും ആഴത്തിൽ ചിന്തിക്കാൻ ഈ ചർച്ച നിങ്ങളെ പ്രേരിപ്പിക്കുമെന്ന് കരുതുന്നു. ഇന്നത്തെ ചർച്ചയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ഞങ്ങൾക്ക് താൽപ്പര്യമുണ്ട്. നിങ്ങളുടെ ചിന്തകൾ theopenmicpodcast@gmail.com എന്ന വിലാസത്തിലേക്ക് അയയ്ക്കുക.